അപ്പോൾ നാളെ മുതൽ ഇവിടെ ദുർഗാപൂജ ആരംഭിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് കുറച്ച് ചിക്കൻ കറിയും വട്ടയപ്പമൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നാളെ മുതൽ ചിക്കനോ മീനോ ഒന്നും കുറച്ച് ദിവസത്തേക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ താഴെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 സ്പൂൺ അരിപ്പൊടി പാത്രത്തിലിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് 1 കപ്പ് കാച്ചാൻ വേണ്ടി സ്റ്റൗവിൽ വെച്ചു കേട്ടോ. അപ്പോൾ അതൊന്ന് കപ്പ് കാച്ചി എടുത്ത് അതൊന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് തന്നെ കഴുകി വാരിയെടുത്ത പച്ചരി 1 കപ്പ് ഇട്ട് കൊടുത്തു. പിന്നീട് അതിലേക്ക് 1 കപ്പ് തേങ്ങ കൂടി ഇട്ട് കൊടുത്തു. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റില്ല എങ്കിൽ കള്ളൊഴിച്ചാലും മതി കേട്ടോ. എനിക്ക് കള്ളില്ലാത്തതുകൊണ്ട് ഞാൻ ഈസ്റ്റാണ് ഇട്ടത്. അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒരു 4 മണിക്കൂർ നേരം അതിനെ കുതിർക്കാൻ വേണ്ടി അടച്ച് വെച്ച് മാറ്റി വെക്കുക. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ ചിക്കൻ കറി വെക്കാനുള്ള മസാലയൊക്കെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കുറച്ച് ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, പെരിഞ്ചീരകം, കുരുമുളക്, അതുപോലെ തന്നെ കൊച്ചുള്ളി, അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ. അപ്പോൾ തേങ്ങ വറുത്തരച്ച് തന്നെ കറി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്. കുറേ നാളായി തേങ്ങ വറുത്തരച്ചിട്ട് ചിക്കൻ കറിയൊക്കെ വെക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെക്കാൻ തീരുമാനിച്ചു. അപ്പം അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് അപ്പോൾ അതിനെ അങ്ങനെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നീട് മക്കളെ ഏകദേശം ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നാണ് അവരെഴുന്നേൽക്കുന്ന സമയം. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് നേന്ത്രപ്പഴം ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ട് വറുത്ത് കോരി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഏകദേശം വൈകുന്നേരം ആയി കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അരിയൊക്കെ ഇവിടെ കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് അരച്ചവിടെ മാറ്റി വെച്ചു. അപ്പം അരച്ച് മാറ്റി വെച്ച മാവ് 2 മണിക്കൂർ 3 മണിക്കൂർ നേരം വെക്കണം കേട്ടോ, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ മക്കൾക്ക് ചായയൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ നടക്കാൻ പോയി കേട്ടോ പാർക്കിലേക്ക്. അപ്പം അവിടെ 2 സൈഡിലും ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് 2 സൈഡിലും പന്തലൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാ ദിവസവും പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം ഉള്ള ഒരു ആദ്യത്തെ ദുർഗാപൂജയാണ്. അപ്പം ഞങ്ങളതൊക്കെ കണ്ട് ഏകദേശം വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. വൈകുന്നേരം ആയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സവോള കട്ട് ചെയ്തിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതിലേക്ക് തന്നെ ചിക്കനും ഇട്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട്. ഇടയ്ക്ക് കറണ്ട് പോയി, അതാണ് ഇരുട്ട് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിലേക്കുള്ള അരപ്പും കൂടി വെച്ച് എല്ലാം കുക്കറിലേക്ക് ഒഴിച്ച് വെച്ച് 2 വിസിലടിക്കാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ വിസിലടിക്കുന്ന സമയത്തേക്ക് നമ്മളെ മാവ് ഏകദേശം നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അപ്പച്ചമ്പിലേക്ക് പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് ഒഴിച്ചു കേട്ടോ. ഒരു വട്ടപ്പാത്രമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പ്ലേറ്റ് ഉള്ളവർക്ക് അത് ഒഴിക്കാം. എനിക്ക് അത്ര ചെറിയൊരു പ്ലേറ്റ് ഇല്ല, വലിയ പ്ലേറ്റാണുള്ളത്. അപ്പോൾ അങ്ങനെ അതും മാവ് ഒഴിച്ച് വേവാൻ വേണ്ടി മാറ്റി വെക്കുമ്പോൾ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മളെ വട്ടയപ്പം കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല സോഫ്റ്റായ വട്ടയപ്പം തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചിക്കൻ കറിയും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മളെ വട്ടയപ്പം ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മോൻ ഇവിടെ ഇതൊക്കെ ആവുന്നത് നോക്കി ഇരിപ്പുണ്ട് കേട്ടോ. ആയോ എന്ന് 1-2 പ്രാവശ്യമായി വന്ന് നോക്കും, തിരിച്ചു പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ചിക്കൻ കിട്ടിയാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും കറി വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കടിച്ച് നോക്കി കേട്ടോ. അപ്പോൾ സൂപ്പറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞുടെ നാളെ വരാം.